ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ചൂലും പിടിച്ച് നിൽക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ രാവിലെ ഓണർ വരുമെന്ന് പറഞ്ഞ് നമ്മുടെ ഏകദേശം ഒരു 1-ാം തീയതി 2-ാം തീയതി മുട്ടേ അവരെ കാത്തിരിക്കുകയാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ചേട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ അമർനാഥ് പോയിട്ട് ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ ഇന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞു. രാവിലെയാണോ ഇന്ന് എപ്പോഴോ വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വാടക വീട്ടിൽ താമസിച്ചിട്ടില്ല. അപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് നമ്മുടെ സ്വന്തം വീട് പോലെ എല്ലാം വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുന്നതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു ടെൻഷനാണ് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയാണ് എപ്പോഴും ഇടുന്നത്. നമ്മുടെ കാത്തൂട്ടി നനൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പെയിന്റ് അടിക്കും, അങ്ങനെ കുറേ സാധനങ്ങൾ. ഞാനാണെങ്കിൽ ഒരു പൊട്ട് മുടി പോലും കണ്ടാൽ ഞാൻ പെട്ടെന്നൊന്നും അതിനടിച്ച് വരിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും എവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പം അവർ വരുന്നതിന് മുമ്പ് എനിക്കിനി ചിക്കൻ വെക്കണം, അതാണ് ഏറ്റവും പ്രശ്നം. എന്ന് പറഞ്ഞാൽ അവരിനി അപ്പം ചേട്ടൻ പറഞ്ഞിട്ട് പോയി, ഇനി അവർ വരുന്ന സമയത്ത് നീ ചിക്കൻ വെക്കാനൊന്നും നിൽക്കരുത്, അവർക്ക് അതിൻ്റെ സ്മെല്ലടിക്കും. അത് ഒന്നാമത്തെ കാര്യം. അപ്പം എപ്പോൾ വരുമെന്ന് അറിഞ്ഞെങ്കിൽ നമുക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ നമ്മുടെ കാത്തൂട്ടിക്കും തന്നൂട്ടിക്കും സ്കൂളിൽ പോയി അവർ. അത് കഴിഞ്ഞിട്ടുള്ള പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇന്ന് ബീട്രൂട്ട് പറാട്ട കൊടുത്തു വിട്ടു. അപ്പോൾ അതിനപ്പം പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, ഞാൻ ടൊമാറ്റോ സോസ് വെച്ച് ആക്കി 2 ലെയർ പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. അപ്പം അങ്ങനെ എന്നും കൊടുത്തു വിടാത്ത സാധനങ്ങളായതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല, ഇഷ്ടമായിട്ട് അങ്ങ് കഴിച്ചോളൂ. അങ്ങനെ അത് കൊടുത്തു വിട്ടു. എന്നിട്ട് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇനി അടുത്ത ജോലി ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടെയൊക്കെ എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഒന്നുകൂടെയൊക്കെ തൂത്തുവാരി അടിച്ച് തറയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ രാജസ്ഥാൻ ഈ മരുഭൂമിയൊക്കെ ആയതുകൊണ്ടായിരിക്കും നമ്മുടെ കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കിടക്കുമ്പോഴത്തെ മണ്ണാണ് ഏറ്റവും കൂടുതൽ. അപ്പം ചേട്ടനൊക്കെ ചെരുപ്പ് എത്ര അവിടെ ഊരിയിട്ടിട്ട് വരാൻ പറഞ്ഞാലും ചെയ്യൂല. അപ്പം നടന്നേ വരുള്ളൂ. പിള്ളേരായാലും സ്കൂളിൽ പോയിട്ട് വന്ന് തിരിച്ച് അതേപോലെ ചവിട്ടി അങ്ങ് കയറും. അപ്പം ആ പൊടിയെല്ലാം കാണും. അത് ഞാൻ എത്ര പ്രാവശ്യം തൂക്കുന്നു എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റൂല, അത്രത്തോളം. ഞാൻ ഒരു റൂമൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കാത്തൂട്ടിയുടെ ആർട്ട് വർക്ക്. അപ്പം ചേട്ടൻ കൂടുതൽ സമ്മതിക്കൂല, കാരണം ഇവിടെ ചുവരിലൊന്നും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളങ്ങനെ അധികം ചുവരിലൊന്നും ചെയ്യുന്നില്ല, വരയ്ക്കൊന്നുമില്ല. അപ്പോൾ അവർ ചേട്ടൻ പറയും നമുക്കിനി അടുത്ത് നമ്മുടെ കോട്ടേഴ്സിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ ചുവരിലൊക്കെ വരയ്ക്കാം, ഇവിടെ പിന്നെ അങ്ങനെ വരയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അങ്ങനെ വരയ്ക്കൂല ചേട്ടനെ പേടിച്ചിട്ട്. പേപ്പറിൽ ഇഷ്ടം പോലെ വരച്ചോ, ബുക്കിൽ വരച്ചോ, സ്ലേറ്റ് വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാത്തൂട്ടിക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇതിൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ, വേറെ വൃത്തികേടായിട്ടൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് എന്തോ വരച്ചതാണ് ആ സംഭവം. പിന്നെ ഇതൊക്കെ 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയതാണ് ഇത്. പിന്നെ ഇത് ഇന്നലെ രാത്രി ഞാൻ പറയില്ല, ഈ ലൈവ് നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്, ഈ പിസ്ത ഷെല്ല് വെച്ചിട്ട്. അപ്പം അത്യാവശ്യമൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യണുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് പിന്നെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് അത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം പോയി. ബോട്ടിലിനെ 2ആയിട്ടൊക്കെ പൊട്ടിച്ചെടുത്ത് മുയലിനെ ഉണ്ടാക്കിയതാണ്, പക്ഷെ അതൊക്കെ പോയി പേനയിട്ട് വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാത്തൂട്ടിയുടെ നരൂട്ടിയുടെ ആർട്ട് വർക്ക്. പിന്നെ ഇതാ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാ ബി പോസിറ്റീവ് കണ്ട, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മളങ്ങനെ വേണ്ടാന്ന് പറയില്ല, അവരെ ഇഷ്ടമല്ലേ, അതൊക്കെ അവർ ചെയ്തോട്ടെന്നൊന്ന് വിചാരിക്കും. രാവിലെ ബ്രഷ് ചെയ്തിട്ട് പോയിട്ട് അതിനവിടെ ഇട്ടിട്ട് അതൊരു വാക്കുമോ. രാവിലത്തെ ബഹളമെന്ന് പറഞ്ഞാൽ പറയണ്ട. അതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ ചിലപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ലേറ്റ് ആവും, എന്നിട്ട് ഒരു ഓട്ടമാണ്. പിന്നെ ചേട്ടൻ ചിലപ്പോൾ രാവിലെ പോകുന്നതുകൊണ്ട് ചേട്ടന് പോകുമ്പോൾ തന്നെ കഥക് അങ്ങ് ലോക്ക് ചെയ്തിട്ട് വീണ്ടും വന്ന് കിടക്കുന്നതാണ് പ്രശ്നം. ചേട്ടൻ ഇപ്പോൾ ഒരു 5:30 ആകുമ്പോൾ പോയി, എനിക്കൊരു 6 മണി 6:15 ആകുമ്പോൾ എണീറ്റാൽ മതി. പിന്നെ പക്ഷേ ചേട്ടൻ പോകുമ്പോൾ ചെന്ന് കിടന്നിട്ട് ഇന്ന് എണീറ്റപ്പോൾ തന്നെ 6:45 പിന്നെ പെട്ടെന്നൊരു ഓട്ടോ ആയിരുന്നു. അതുകൊണ്ട് രാവിലത്തെ വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവിടെയും കൂടെ പെട്ടെന്ന് ഒന്ന് റെഡി ആക്കട്ടെ.
ഞാൻ പറഞ്ഞില്ലേ തലേണ ഇത് എങ്ങനെയാണോ എന്തോ തലേണ ഉറ വലിച്ച് ചവിട്ടി കളയുന്നത്. ഇത് തലയിൽ വെക്കോ ചവിട്ടി തേക്കാനാണോ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എനിക്കറിയാം. തുണി നനച്ചിടാന്ന് പറഞ്ഞാൽ കുറേ എന്താ പറയാ, പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് നനയാതെ കിടക്കുന്നത്. പിന്നെ അത് കുറച്ച് ഈ വിസിറടിച്ചില്ലേ അങ്ങനെ നനയും. ഇവിടെ വിരിച്ചിടാന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെയും നനയും. പിന്നെ ഇവിടെ കുറച്ച് അശയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അപ്പം അവിടെ ഇട്ട് ഉണക്കാം. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞാൻ പറയൂലേ, പിന്നെ ഭയങ്കര ഉള്ള ഒരു മഴയല്ല, പക്ഷെ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ. അത്യാവശ്യം മഴ ഇപ്പൊ പെയ്യണുണ്ട്. ഇത്രയും ഒരു സ്ഥലം ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വേറെ വേസ്റ്റ് സാധനങ്ങളല്ല, നമ്മുടെ ഗ്യാസോ പാത്രം കഴുകി വയ്ക്കുന്നത് ഇതെല്ലാം ഇതാ ഇവിടെയാണ്. ഞാനാണെങ്കിൽ അതിൻ്റെ പുറത്താണ് ഇങ്ങനെ പാത്രങ്ങൾ വരെ കഴുകി വയ്ക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാം, അത്യാവശ്യം ഒരു വെട്ടവും വെളിച്ചമൊക്കെ കിട്ടും ഇത്രയുള്ള ഒരു സ്പേസിൽ. അതുകൊണ്ട് നമ്മുടെ അടുക്കള ചെറുതായെങ്കിലും ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോഴായാലും ഇവിടെ നിന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത് വെക്കുന്നതൊന്നും എനിക്കങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ സ്പേസ്. കിച്ചൺ ഇത്രയാണേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ രാവിലെ എടുത്ത സംഭവത്തിന് വെളിയിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുത്ത് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ഇത് ഐസ് മാറൂല. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അതുകൊണ്ട് ഞാൻ രാവിലെ എടുത്ത് വെളിയിൽ വെച്ചു. ഇപ്പോൾ പെട്ടെന്ന് ഐസൊക്കെ പോയി. ഇതാണ് ചിക്കൻ. പെട്ടെന്ന് ഐസൊക്കെ പോയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നമ്മുടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സവാള അരിയുമ്പോൾ കൂടെ കണ്ണ് നീറാത്ത എണ്ണ അരിയാത്ത എന്തെങ്കിലും ഐറ്റംസും കൂടെ കണ്ടുപിടിച്ചിരുന്ന എന്ത് നന്നായേനെ. സവാളയൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി കുളിക്കണോ, കുളിച്ചിട്ട് വെക്കണമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന അങ്ങ് വച്ച് കളയാം. ചിലപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ കയറി വരുമ്പോൾ അവർ വരാനൊക്കെ സമയമായാൽ എന്ത് ചെയ്യും. അപ്പം നമ്മുടെ കാത്തുട്ടിയൊക്കെ വരാറും അവർക്ക് കൊടുക്കുകയും വേണം. അപ്പം ഇപ്പം എന്തായാലും പെട്ടെന്ന് അങ്ങ് വച്ചിട്ട് പോയി കുളിക്കാം. കുക്കറിൽ വിസിലൊക്കെ വന്ന് ഇനി ഞാൻ ഓടിച്ചെന്ന് കുളിച്ചിട്ട് വരാം. അപ്പോഴവർ വരേണ്ട സമയമാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാത്തുട്ടിയും തന്നൂട്ടിക്ക് രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളും ജോലികളും ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ പിന്നെ കാണാം. ടാറ്റാ, ബൈ, സീ യു.